സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ യൂട്യൂബിൽ ഇതിൻ്റെ അകത്ത് ഒരു കിണ്ടിയില്ല ഗൈസ്, വൃത്തിവെച്ച് നമ്മളിത് ഹാർഡ് കോറാണ് കളിക്കാൻ പോകുന്നത്. ഇത് റിയൽ മൈൻക്രാഫ്റ്റ് അല്ലടേ. ഞാൻ മറ്റേ ഹാർഡ് കോർ വേണം. ഇത് ഹാർഡ് യു ക്യാൻ റിസ്ക് ഗുഡ് ലക്ക്. You will need it. മോണി ഇന്ന് വില്ലേജേഴ്സ് അല്ലടാ, വില്ലേജേഴ്സ് എന്ത് വന്നാലും ഞാൻ ചടപടാന്ന് കട്ട് ചെയ്ത് കളയാം അവന്മാരെയൊക്കെ. ഓനെ ആ ബെല്ല് വന്നാലും വേണ്ടില്ല. എനിക്ക് വേണ്ട ഒരേ ഒരു സാധനമാണ് അയൺ. അതെനിക്ക് എവിടുന്നാ കിട്ടുന്നതെന്ന് എനിക്കറിയാം. ബ്ലാക്ക് സ്മിത്തിൽ പോയാൽ കിട്ടാത്ത ഒരു സാധനവും ഇല്ല ഗൈസ്. നമ്മുടെ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഡയമണ്ട് കിട്ടിയെന്ന് വേണമെങ്കിൽ വരാം ഗൈസ്. അതൊരു കാര്യമാണ്. നമ്മുടെ ലക്ക് കൊണ്ട് ചിലപ്പോൾ ഇത് കിട്ടിയെന്ന് വരാം, ഡയമണ്ട്. ബ്ലാക്ക് സ്മിത്തിൽ നിന്ന് എന്ത് വേണേലും കിട്ടാം ഗൈസ്. അയൺ, ഒബ്സിഡിയൻ എന്തേലും കിട്ടും. നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്താൽ എവിടെയാണ് ഈ നോക്കുന്നേ? ഇത് എനിക്കാണെങ്കിൽ മര്യാദയ്ക്ക് കളിക്കാൻ പറ്റുന്നില്ല. ഇത് ഫോണാ. ഞാൻ നേരത്തെ കളിക്കുന്ന ഫോണാ. ഞാനിപ്പോൾ കളിക്കുന്ന PC-യിലൊക്കെയാ. അന്നേരം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാറില്ല, കാരണം വീഡിയോ എടുക്കുന്ന സാധനം അതിൻ്റെ അകത്തില്ല. പിന്നെ കൂടാതെ അതിൻ്റെ അകത്ത് അക്കൗണ്ട് അല്ല ഈ അക്കൗണ്ട്, മനസ്സിലായ? എടാ, നമുക്ക് ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ അടിച്ചു മാറ്റും ഗൈസ്. അതിപ്പോൾ പാവം വില്ലേജേഴ്സ് എന്തേലും ആവട്ടെ. വില്ലേജേഴ്സ് നമ്മളൊന്ന് അണ്ടർഗ്രൗണ്ട് എടുത്തിട്ട് രാത്രിയാകുമ്പോൾ നമ്മൾ കൊടുവാളും എല്ലാം എടുത്തിട്ട് ഒരിറക്കം അങ്ങോട്ട് ഇറങ്ങും മോനെ. കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ, നോർമൽ അല്ല, ഈസി അല്ല, പീസ്ഫുള്ളും അല്ല, ഹാർഡാണ് ബ്രോ. ഹാർഡ് പീസ്ഫുള്ള് പോയിട്ടൊരു ഹാർഡ് പോലും അല്ല. നിങ്ങളതൊന്ന് ആലോചിക്കണം. ഓഹേ, ഇത് സാധാരണ സാധനമല്ല. സാധാരണ സാധനമാണെങ്കിൽ റീസ്പോൺ ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മൾ റീസ്പോണ് ഇതിൻ്റെ അകത്തില്ല. നിങ്ങൾ കണ്ടല്ലോ, ഞാൻ മറ്റേ പറഞ്ഞതിൻ്റെ പേര് ഞാൻ ബെഡും വെച്ച് പറക്കുറിയാ. ഓടാ മോനെ, നമ്മുടെ കയ്യിൽ ബെഡ് വേണം. ചിലപ്പോൾ നമ്മൾ ഡെഡാവും. ഞാനിത് എന്തിൻ്റെ ഇത്? നമ്മൾ കുറച്ച് പറക്കോറ് പഠിക്കണം ഗൈസ്. ഞാൻ പറക്കോർ അധികം ചെയ്തിട്ടില്ല. ഇതിൻ്റെ അകത്താണെങ്കിൽ പിന്നെ പറക്കാൻ പറ്റൂലല്ലേ, പിന്നെ എന്തിനാ ഹല്ലേലൂയ, സ്തോത്രം. എടാ, ടാങ്ക് ഓഫ് ഗോഡ് എന്ന് പറയാം. ടാങ്ക് ഓഫ് ഗോഡ് അല്ല, ടാങ്ക് ഓഫ് ഗോഡ് എന്ന് പറയേണ്ട ആവശ്യം എന്നാ? കാരണം ഇത് നേരത്തെ തന്നെ ഉള്ളതല്ലേ, എനിക്കറിയാവുന്നല്ലേ. ഞാൻ എന്നിട്ട് എന്നാ വരാത്ത ഒരു മണ്ടനായി പോയില്ലോ ദൈവമേ ഞാൻ. ഇതിലോട്ടെ ഓടാ മോനെ. ഇതിൻ്റെ പേരിന് നമുക്ക് 7 ഹേ കിട്ടിയിട്ടുണ്ട്. തൊലങ്ങി വെറുതെ കിടന്ന് തൊലയും അല്ലാണ്ട് എനിക്ക് ഞാൻ ബ്ലാക്ക് സ്മിത്ത് ഇതുവരെയായിട്ടും പോവാത്ത തന്നെ. ഞാൻ പോട്ടെ, ബ്ലാക്ക് സ്മിത്തിന്റെ വഴി ഞാൻ മറന്നുടാ. ഞാനിപ്പോ എന്ത് ചെയ്യും ഇനി? ബ്രെഡ് വെച്ചിട്ട് വല്ലതും ഉണ്ടാക്കാടേ. വയ്ക്കോലുണ്ടാക്കാം, നല്ല കാര്യം. എന്റെ പേര് വയ്ക്കോ. ന്യൂ റെസിപ്പി അൺലോക്ക്ഡ്. എടാ, ന്യൂ റെസിപ്പി ബ്രോ. എടാ, ഞാൻ PC കളിച്ചാ പിന്നെ ബ്രോ ഞാനിന്ന് ഡെഡാ. ചേടാ, എനിക്കിപ്പോ മരം വേണം. എനിക്കിപ്പോ പിക്കാക്സ് എല്ലാം വേണ്ട. എനിക്ക് ലൈഫ്, ഇതിൻ്റെ അകത്ത് ലൈഫിനെ പറ്റിയാണ് വേണ്ടത്. ദൈവം, ഞാനിപ്പോ എടാ അത് എന്റെ ഹെൽത്ത് നോക്കണത്. ഇതുണ്ടാ സാധനം രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി.
ഒന്ന് പെട്ടെന്ന് 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 പെട്ടെന്ന്. എനിക്കൊരു വുഡ് കിട്ടിയാൽ മതി. ഇപ്പൊ നമ്മള് രക്ഷപ്പെടും ഗൈസ്, ഇപ്പൊ നമ്മള് രക്ഷപ്പെടും. ആ ഇനി ദുർഗ ക്രാഫ്റ്റിംഗ് ടേബിൾ പറഞ്ഞുണ്ടാക്കോ. ഇവിടെ വയ്ക്കുക. ബ്രെഡ്, ബ്രെഡ്, എന്തിയ ബ്രെഡ്. ഒരു ബ്രെഡും കൂടെ ഉണ്ടാക്കി കഴിക്കട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ തീരും മനുഷ്യൻ. സൈൻ ബോർഡ് ഉണ്ടാക്കാൻ എന്താ ചെയ്യാ? കുറച്ച് ഇതും കൂടെ വേണം. അഞ്ചെണ്ണമായി എൻ്റെ ദൈവമേ. ഇപ്പോഴാ നേരെ ചൊവ്വാന്ന് ശ്വാസം വീണ്. എൻ്റെ പൊന്നോ, ഞമ്മക്കപ്പ ബ്ലാക്ക് സ്മിത്തി വെച്ചാണ്. ഓക്കെ ഗൈസ്, ഞാൻ ബ്ലാക്ക് സ്മിത്തിന്ന് ഒന്നും എടുത്തിട്ടില്ല. എൻ്റെ ഇവൻറ്റോറി ഞാൻ കാണിക്കാം. ഒന്നും എടുത്തിട്ടില്ല, ഞാൻ ഒന്നും എടുത്തിട്ടില്ല. നിങ്ങളൊന്നും ചിന്തിക്കരുത്. സോ നമുക്ക് ആദ്യമായിട്ട് ബ്ലാക്ക് സ്മിത്തിൽ ജസ്റ്റ് തുറക്കാം. 2000 കിട്ടടാ. ഭാഗ്യം, നമ്മുടെ ലക്ക് കൊണ്ട് എന്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ ബ്രെഡ് 4 എണ്ണം, അത് 7 എണ്ണടാ. എടാ എത്തിയടാ നമ്മള്. കണ്ട നമ്മുടെ കയ്യിൽ ഇപ്പൊ എന്നെ ഇരിക്കണേന്ന് കണ്ടാ. എൻ്റെ ഒരു പിക്കാച്ച് ഉണ്ടല്ലേ, ഇതിലൂടെയൊക്കെ ഇപ്പൊ റെഡിയായി. എടാ ഞാനിപ്പോ പ്രോ ആയി തുടങ്ങിട്ടോ. ഏകദേശം ഒരു പ്രോയിന്റെ ലെവൽ എത്തി ഞാൻ. ഇനി പോയി മൈൻ ചെയ്യാം. അയണിന്റെ പിക്കാച്ച് കിട്ടി. ഇനി നമുക്ക് എന്നാ കിട്ടാനുള്ള കോള്. ഇവിടുന്ന് എടുത്ത് ഞൊണ്ടിയാ കിട്ടാവുന്ന സാധനമാണ് കോള്. ആകെ ഞാൻ ഫസ്റ്റ് കണ്ടുപിടിച്ച ഇത് കോളാണ്. സെക്കൻഡ് കണ്ടുപിടിച്ച കോപ്പർ. നമുക്ക് കോപ്പർ പോയി കണ്ടുപിടിക്കാം. കോപ്പർ സാധാരണ കിട്ടണത് കേവിലാണ്. അപ്പൊ നമുക്ക് കേവിൽ പോയി എന്നാ ആഘോഷിക്കാം. ഓ പറക്കോറിങ്, പറക്കോറിൽ ബെസ്റ്റാണ് ഗൈസ്. ഞാൻ നമുക്ക് അത് ശരിയാ. നമുക്ക് ഞാൻ ഇപ്പോഴാണ് ഓർത്തേ, ഇഷ്ടംപോലെ കൂടുണ്ടാ. അപ്പൊ നമ്മളിന്ന് വി ആർ പ്രോ ഗൈസ്. ഞാൻ മാത്രല്ല, നിങ്ങളും ഞാനൊരു പ്രോ ആക്കി എടുക്കുകയാണ്. നിങ്ങളെ ഞാനൊരു പ്രോ ആക്കി എടുക്കുകയാണ് ഗൈസ്. ഇതേപോലത്തെ വല്ല വില്ലേജ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ബ്ലാക്ക് സ്മിത്തിൽ പോയി നോക്കണം. ലക്ക് കിട്ടും ഗൈസ്. നമ്മൾ വിചാരിക്കണക്കാട്ട് ലക്ക് കിട്ടും. നിങ്ങളുടെ ലക്ക് കൊണ്ട് ചിലപ്പോൾ ഡയമണ്ട് കിട്ടിയെന്ന് വരാം. ഒരു സ്റ്റാക്ക് ഡയമണ്ട്, അതായത് 64 ഡയമണ്ട് കിട്ടിയെന്ന് വരാം. 64 ഡയമണ്ട് വെച്ച് എടാ, ഡയമണ്ടിനെക്കാട്ടും ഏറ്റവും വലുത് ഏതാ? ആകെ ഉള്ളത് എന്നാ നെതറൈറ്റ് ആണ്. നെതറൈറ്റും പറ്റി നമുക്ക് ഒരു ചിന്തയില്ല. നെതറൈറ്റ് നമുക്ക് കിട്ടിയാൽ മോനെ, ഒരെണ്ണം കൈ കിട്ടിയാൽ മതി, നമ്മള് മൈൻക്രാഫ്റ്റ് ഗോഡാവും. നിങ്ങൾ മറ്റേ സുധി അണ്ണനെ കണ്ടിട്ടില്ല? സുധി, പുള്ളിക്കാരന് ഞാനുമായിട്ടൊരു ബന്ധമില്ല. ബട്ട് ഞാൻ എനിക്ക് പുള്ളിയുടെ വീഡിയോ ഭയങ്കര ഇഷ്ടമാണ്. ഇനി പുള്ളിക്കാരൻ കാണുന്നുണ്ടെങ്കിൽ ഇനി വീഡിയോ ഇടണം. മലയാ ഓക്കെ. ആർക്കാണ് വക്യോല്? അപ്പൊ ഷീപ്പിന് വക്യോല് ഇഷ്ടമായിരുന്നുല്ലേ മോനെ? ഞാൻ നിന്നെ കുരുതി കൊടുക്കണോ? അല്ലെങ്കിൽ വേണ്ട, പാവല്ലേ. ഈ മുഖം കണ്ടിട്ടാ മോനെ ബ്ലാക്ക്. രാത്രിയാവാറേ, റീസ്പോൺ പറ്റൂല. പെട്ടെന്ന് കൊച്ചു സോംബി എങ്ങാനും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തീർന്നു. അതിന്റെ സ്പീഡ് നിങ്ങൾക്ക് അറിയാലോ. ആരെയും മൈൻക്രാഫ്റ്റ് കളിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഭാരം അവർക്ക് അറിയുള്ളൂ. ഞാൻ അതിന്റെ കടി കണ്ടിട്ടുള്ള, അതിന്റെ സ്പീഡ് നമ്മളെക്കാട്ടും ഉണ്ട് ബ്രോ. ഏതേലും ഒരു ഹൗസിൽ പോയി കിടന്നുറങ്ങണം. നമുക്ക് ഈ ഹൗസിന്റെ അടുത്ത് പോയിക്കാം. നമുക്ക് അപ്പത്തേനും ഇവിടെ അടുത്തല്ലോ മൈൻഡ് ചെയ്തിട്ട് പോയിട്ട് വരാം. ഇവിടെ എവിടെയോ ഉണ്ടാ മോനെ. ഹല്ലേലൂയ, താങ്ക്സ് ഫോർ ജീസസ്. ഇത് വെച്ചിട്ടില്ല.
Hallelujah. Thanks for Jesus. ഉയ്യോ, കൊച്ചു സോംബികളല്ല, മറ്റവരെല്ലാരും പൊട്ടനായിരുന്നു. ബെഡ് വെക്കിയ സമാധാനായിട്ട് കിടന്നുറങ്ങുക. നമുക്ക് ഈടെ അങ്ങ് സ്വന്തത്തിനെടുക്കാം. എന്റെ ദൈവമേ, നമ്മളിവിടെ ഡെവലപ്പ് ചെയ്തിട്ട് കുരുതി വിടുക. ഞാൻ ഇവിടെ വെച്ചിട്ട് എൻ്റെ ചെസ്റ്റൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവരും. ഇതാണ് ഇനി എൻ്റെ സ്ഥലം. ഇവിടെ ഒരു 2 ലാഡർ വയ്ക്കുക, ഇവിടെ ഒക്കെ പൊട്ടിക്കുക, ഇതെടുക്കുക, എടുത്തിട്ട് ബുരി ആക്കുക. കണ്ട സെറ്റ്. നമുക്ക് ഇനി സാൻഡ് കാണാം. ക്രീപ്പർ, എടാ ക്രീപ്പർ, ക്രീപ്പർ എനിക്ക് വയ്യ. പിന്നെ എനിക്ക് മൈനിങ്ങിന് പോണോ ഒരു ഡൗട്ട്. ബടാ മോനെ, പിന്നെ ഞാൻ ഇന്ന് കുരുതിക്ക് കൊടുക്കാൻ പോവാ. ഇതെന്നെ ചാവാത്ത. ഓ എനിക്കൊരു ഷീൽഡ് വേണ്ട. നിക്ക് എടാ, ഞാൻ ഷീൽഡിനുള്ളതാവാറായി മോനെ. ഞാൻ ഇന്ന് മൈൻക്രാഫ്റ്റ് കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും തെളിച്ചു തരാട്ടോ. മോനെ, ഇനി നമുക്ക് ഷീൽഡ് വേണം. വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഹാർഡ് കോർ ആണെന്ന് വിചാരിച്ച് എനിക്കിത് നിസ്സാര കാര്യമാണ്. ബ്രോ. ഈ ചെറുക്കനെ കുരുതിക്ക് എടുത്താലോ? ഇന്ത്യ ചെറുക്കൻ പോയാ. കൊച്ചുകുരിപ്പേ അവിടെ നിന്നടാ, അതിനെ കുറിച്ച് കൊടുക്കാം പോവാടാ. കൊച്ചുകുരിപ്പ്, കൊച്ചു സോംബി, കൊന്നുകളിവിടെ മോനെ. എത്ര ഉണ്ടായിരുന്നല്ല, ഒന്നും ഡ്രോപ്പ് ചെയ്തില്ലടാ. നിക്ക്, ഞാൻ ഷീൽഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഹാർഡ് കോർ ഷീൽഡ്. ഹായ് അന്തസ്. ഇനി എനിക്ക് ഒരുത്തനെ പേടിയില്ലടാ. ധൈര്യം ഉണ്ടെങ്കിൽ എല്ലാം വാടാ. ഒരുത്തനെ പേടിയില്ല. എനിക്ക് വേറെ സ്ഥലത്ത് പിടിക്കാനാ പേടി. എനിക്ക് ഏറ്റവും ഞാൻ എന്തിനാ ഈ സാധനം എടുത്തേക്കണേ? ഈ സാധനങ്ങളാ എനിക്ക് തന്നെ എന്തിനാ ആവശ്യം വെറുതെ. ഇതെന്നെ ഇങ്ങനെ. നമ്മളൊരു വലിയ ആളാണ്. നമ്മളിപ്പോ ധൈര്യം ഉണ്ടെങ്കിൽ വാടാ. എൻ്റെ കയ്യിൽ ഷീൽഡ് എല്ലാം ഇരിക്കണേ. എനിക്കിപ്പോ ഒരുത്തനെയും പേടിയില്ല. എൻ്റെ കയ്യിൽ ഇരിക്കണ സാധനം കണ്ടാ, ഷീൽഡ്. ഫസ്റ്റ് ഹാർഡ് കോർ കുറച്ച് ഷോയ്ക്കാവാലേ. ഏത് പൂച്ചക്കുട്ടിയാടാ ഞാനിവിടെ? മൈൻക്രാഫ്റ്റ് ബോർഡാണ്. ഹായ് ഗോഡ്, മൈൻക്രാഫ്റ്റ് ബോർഡ്. അടാ ഫുൾ അയൺ സെറ്റപ്പ് ആയ ഞാൻ മൈൻക്രാഫ്റ്റ് പ്രോ. എടാ ഞാൻ ഇന്നങ്ങ് തെളിയിക്കൂല. ഇനി നമ്മൾ പാർട്ട് വെക്കുവാണ് ഗൈസ്. ഇത് ഫസ്റ്റ് പാർട്ട്, ഹാർഡ് കോർ സീരീസ് ഫസ്റ്റ് പാർട്ട്. ഇത് ഇനി നമുക്ക് ഈ അയൺ കൊത്തിയെടുക്കാം. പക്ഷെ അയണം പൊട്ട ആ കോള് കൊത്തിയെടുക്കാം. അയ്യോ, ഞാൻ കുറച്ച് റിച്ചറി വേനായതുകൊണ്ട് കുറച്ച് റിച്ചറി കാര്യങ്ങളായി വരുന്നു. ഓ മൈ ഗോഡ്, അവസാനം ഇങ്ങോട്ട് കുത്തിയെടുത്തേ.
ഇനി എടുക്കുക വെയിറ്റ് ഡേറ്റുണ്ട് എന്നാലും എനിക്ക് വയ്യടാ. ഗൈസ് അപ്പോൾ നമ്മളിവിടെ നിർത്തുകയാണ്. അടുത്ത ഹാർഡ് കോർ സീരീസിലായിട്ട് കാണാം. ഓക്കെ അപ്പോൾ ബൈ.